ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ റീഡിംഗ് നോക്കാൻ പോകുന്നത് ആക്ച്വലി നിങ്ങൾ അറിയേണ്ട ഒരു സത്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ട്രൂത്ത്, ഒരു സത്യം. ആക്ച്വലി ഞാൻ പൈല് വെക്കുന്നില്ല, പക്ഷെ വെക്കണം ആക്ച്വലി. ഇങ്ങനത്തെയൊക്കെ റീഡിങ് ആകുമ്പോൾ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ വേണം. ഓക്കെ, ശരി. എൻ്റെ 2 ബുദ്ധന്മാരെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ സിൽവർ കളർ ബുദ്ധ. ഓക്കെ, ഇത് ഗോൾഡൻ കളർ ബുദ്ധ. ഓക്കെ, നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാ വേണ്ടതെന്ന്. പൈൽ 1, പൈൽ 2. ഓക്കെ, സോ ചൂസ് ചെയ്യൂ. നിങ്ങൾ കേൾക്കേണ്ട, അറിയേണ്ട ഒരു സത്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് ലൈക്ക് വലിയ പേടിപ്പിക്കുന്നൊന്നാവണം നിർബന്ധമൊന്നുമില്ല, എന്തെങ്കിലും നല്ല ഒരു കാര്യവും ആവാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള കാര്യത്തിൻ്റെ നമുക്ക് നോക്കാം. സോ പൈൽ 1, പൈൽ 2 ചൂസ് ചെയ്യൂ. പൈൽ 1 എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പൈൽ 1 നമ്മുടെ സിൽവർ ബുദ്ധ കാണുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾ അറിയേണ്ട ഒരു സത്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. നല്ല പോസിറ്റീവായിട്ട് നമുക്ക് നല്ല ന്യൂസുകൾ എന്തെങ്കിലും ഒരു സത്യം. ഓക്കെ, കിങ് ഓഫ് കപ്സ്, സോറി, 2 ഓഫ് സോർഡ്സ് ആൻഡ് ടെമ്പറൻസ്. ഓക്കെ, സി ഇത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയണോ അതോ ഞാൻ വേറെ എന്തെങ്കിലും ആണോ എന്ന് നോക്കുകയാണ്. ഇത് നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കാം. ഓക്കെ, ഇത് നിങ്ങൾ ഒരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെ കുറിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ലൈക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുക അവരെക്കുറിച്ച്. ബട്ട് ഇവിടെ ആക്ച്വലി യെസ്, നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അവർക്ക് ഇമോഷൻസ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, പോട്ടെ, ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ കൊളീഗ് ആയിക്കോട്ടെ, ആ പേഴ്സണ് നിങ്ങളോട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നില്ല. ഓക്കെ, മേ ബി ഒരു ലൈക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ റൊമാൻറ്റിക് ആവണം നിർബന്ധമില്ല നിങ്ങളോട്, പക്ഷെ അവർക്കൊരു കെയർ ഉണ്ടോ, ഒരു ആ രീതിക്ക് അറ്റ്ലീസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിക്ക് യെസ് നിങ്ങളോടൊരു സ്നേഹമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളോട് അറ്റാച്ച്മെൻ്റ് ഉണ്ട്, സ്നേഹമുണ്ട്, കെയർ ഉണ്ട്. പാരൻസ് ആവാം, ബ്രദർ സിസ്റ്റർ ആവാം, ആരോ ആയിക്കോട്ടെ. ഓക്കെ, ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഐ തിങ്ക് വളരെയധികം നിങ്ങളുടെ മൈൻഡിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഓർ മേ ബി അവർ കൺഫ്യൂസ്ഡ് ആയിരുന്നു പ്രോബബ്ലി. ഓക്കെ, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും. ഓക്കെ, ദാറ്റ് അവർക്ക് ശരിക്കും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട് എന്ന രീതിക്കും, അല്ലെങ്കിൽ ഒരു ഇഷ്ടമുണ്ട് എന്ന രീതിക്കും. ഓക്കെ, അതുമാത്രമല്ല, ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും കാര്യം പറയാം. ലൈക്ക് വേറൊരു സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇത് ഐ തിങ്ക് മേ ബി നിങ്ങൾ അറിയേണ്ട ഒരു സത്യമായിരിക്കും അത്. ദാറ്റ് നിങ്ങളുടെ മനസ്സൊന്ന് ശാന്തമാവാൻ, ഓക്കെ, നിങ്ങൾക്ക് ഒരു പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ആ കാര്യം ഒന്ന് അറിയണമായിരിക്കും. ദാറ്റ് ആ വ്യക്തിക്ക് ശരിക്കും നിങ്ങളോട് എന്താണ് എന്നുള്ളത്, അതിന് വേണ്ടിയിട്ടായിരിക്കും ആ മെസ്സേജ് വന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് വേറെ എന്തെങ്കിലും പറയുമ്പോൾ നമുക്കിപ്പോൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു ഓഫർ വരുന്ന പോലെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ഓഫർ, ഓക്കെ, അതായത് ഒരു ജോലിയുടെ കാര്യത്തിലായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു വർക്കിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സ് എന്തെങ്കിലും നമ്മളെന്തെങ്കിലും ഒരു മെയിൻലി ജോബിൻ്റെ ആയിരിക്കാം, ഒരു മെസ്സേജ് ആയിരിക്കാം. ഓക്കെ, ആ മെസ്സേജും നിങ്ങൾക്ക് ഒരു നല്ല മേ ബി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, ആ മെസ്സേജിനെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. ആൻഡ് അത് വരുന്ന രീതിക്ക് കാണുന്നുണ്ട്. സോ കുറച്ച് പേർക്ക് ഒരു ജോലിയുടെയൊക്കെ ഓഫർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വരും. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്ക് കുറച്ച് സമാധാനവും പീസും ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ വരും എന്ന രീതിക്കാണ്. മേ ബി അതിലും നിങ്ങൾക്കൊരു ഗ്രോത്ത് എന്നാണ് കാണുന്നത്. ഒരു 4 of Wands ആണ്. സോ ഇത് നമുക്ക് ഒന്ന് മാരേജ് കാർഡായിട്ട് എടുക്കാം, ഒന്ന് ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എന്തെങ്കിലും നിങ്ങളൊരു സെലിബ്രേഷൻ ചെയ്യുന്ന പോലെയാണ്, ഒരു ആഘോഷം വരുന്ന പോലെയാണ്. കൺഗ്രാറ്റ്സ് എന്നൊക്കെ ഉണ്ട് അല്ലേ. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്, ഒരു ലൈക്ക് ഒരു നല്ല സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ ഒരു ഓഫർ നിങ്ങൾക്ക് വരും, അത് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരും. അഗെയിൻ ഇവിടെ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു വ്യക്തിയുടെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ യെസ് അവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫ്രണ്ടാണ്, നിങ്ങളൊരു ഫ്രണ്ടിനെയാണ് ഓർക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറാണ് ഓർക്കുന്നതെങ്കിൽ അവർക്കും നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. ഓക്കെ, അവർക്കും നിങ്ങളോട് ആ ഒരു സ്നേഹത്തോടെ തന്നെയാണ്, അവരോട് നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് വരും എന്നും കൂടിയാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ അവരോട് എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു കോംപ്രമൈസ് വരും എന്ന രീതിക്ക് കൂടിയാണ്. ഓക്കെ, ജോലിയുടെ കാര്യത്തിലായാലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും, നിങ്ങൾക്കൊരു ഇമോഷണലി ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമായിരിക്കും വരുന്നത്. ഓക്കെ, സോ മെയിൻലി എനിക്കൊരു പേഴ്സൻ്റെ കാര്യമാണ് തോന്നുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ വേറെ എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക്. ലെറ്റ് ഇറ്റ് അൺഫോൾഡ്. ഓക്കെ, യു ആർ യുണീക്ക്
ആൻഡ് ഹീലിംഗ്. യെസ്, സോ ഇവിടെ ഹീലിങ്ങിൻ്റെ കാര്യമാണിത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഹീലിംഗ് വരും. ഓക്കെ, കുറച്ച് പേർക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം പറയാം. മേ ബി നിങ്ങളുടെ ഹെൽത്ത് വൈസ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓക്കെ അത് ഹീലിംഗ് ആവും എന്നൊരു മെസ്സേജ് കൂടി ഉണ്ട് ഇവിടെ കുറച്ച് പേർക്ക്. കാരണം ഇത് നമുക്ക് ഡോക്ടർ എന്ന രീതിക്ക് നമ്മൾ എടുക്കാറുണ്ട്. സോ പെട്ടെന്ന് എനിക്ക് ഹീലിംഗ് ഇത് കണ്ടപ്പോൾ അത് ഫീൽ ചെയ്തു. ഓക്കെ, സോ ഹെൽത്തിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വല്ലാതെ കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇത് കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ ആയുർവേദ ടൈപ്പ് വല്ലതും ട്രൈ ചെയ്യാനായിരിക്കാം. കാരണം ആയുർവേദം അല്ലെങ്കിൽ ഈവൻ ഹോമിയോ അങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് എന്തെങ്കിലും ട്രൈ ചെയ്യാനുള്ള ഒരു അഡ്വൈസ് വരുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ, ഇന്ന് അത് പിക്ക് ചെയ്തു ഞാൻ പെട്ടെന്ന്. സോ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോ ടൈപ്പ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് ഓക്കെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാം. കാരണം ഇത് നമ്മൾ കഷായം മിക്സ് ചെയ്യുന്നതായിട്ട് സോറി ഓക്കെ. സോ അങ്ങനെ ഒരു എനർജി കൂടി വരുന്നുണ്ട് ആൻഡ് ഹീലിംഗ് കാണുന്നുണ്ട്. സോ യെസ്, നിങ്ങൾക്ക് ബെറ്റർ ആവും. അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കാം. ഓക്കെ, പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ആൻഡ് നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ തീർച്ചയായിട്ടും കിട്ടുമെന്നാണ് പറയുന്നത്. ആൻഡ് അഗെയിൻ ഇവിടെ ലെറ്റ് ഇറ്റ് അൺഫോൾഡ് ഉണ്ട്, യു ആർ യുണീക്ക് ഉണ്ട്. സോ എന്താണോ വരുന്നത് അത് വരട്ടെ. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ ടെൻഷനായിട്ടോ സ്ട്രെസ് ആയിട്ടോ കാര്യമില്ല. സോ അത് വരും, ഓട്ടോമാറ്റിക്കലി അത് വന്നോട്ടെ. നിങ്ങളായിട്ടൊന്നും ഫോഴ്സ് ചെയ്യാൻ പോകണ്ട, നിങ്ങളായിട്ട് ആരോടും ഒന്നും സംസാരിക്കാൻ പോകണ്ട. സർ ട്രീറ്റ്മെൻറ്റ് കാര്യമല്ല കേട്ടോ, അതിൽ വേറെയാണ്. ബട്ട് അതിലും നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട. ഓക്കെ, നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് വാട്ട് എവർ ഹാപ്പൻസ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ വെറുതെ സ്ട്രെസ്സും ടെൻഷനും ആയി കഴിഞ്ഞാൽ അഗൈൻ ഹെൽത്ത് വൈസ് ആയാലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൂടുതൽ ടെൻഷൻ ആവുള്ളൂ. സോ ഒന്നും നിങ്ങളൊന്ന് വിട്ടുകൊടുക്കുക, യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ആരോടെങ്കിലും നിങ്ങൾ വഴക്കുക അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലും തന്നെ ഇങ്ങോട്ട് വരട്ടെ അവർ. ഓക്കെ, നിങ്ങളായിട്ട് ചോദിച്ചു പോകണ്ട, നിങ്ങളായിട്ടൊന്നും പറയാൻ പോകണ്ട, നിങ്ങളായിട്ട് ആർഗ്യുമെൻറ്റോ കാര്യങ്ങളോ ഒന്നിനും നിൽക്കണ്ട. ഓക്കെ, അതിൻ്റെ ഇവിടെ യു ആർ യൂണീക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യു ആർ ആക്ച്വലി ഈ 2 കാർഡ് നോക്കൂ, ഇതിലും നമ്മൾ 2 ഇതാണ് കപ്പാണ്, ഇവിടെയും നോക്കൂ 2 സൈഡ് എന്ന രീതിക്ക്. സോ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഒരു ബാലൻസ് ആദ്യം മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഇമോഷണലും ആവരുത്, കൂടുതൽ പ്രാക്ടിക്കലും ആവരുത്, രണ്ടും ആവാൻ പാടില്ല. ഓക്കെ, നിങ്ങളെ തന്നെ ഒന്ന് ബാലൻസിലേക്ക് ആദ്യം കൊണ്ടുവരൂ. ഓക്കെ, കുറച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിൽ സിറ്റുവേഷൻ ആയാലും ഓക്കെ, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ച് നിങ്ങൾ ഇമോഷണലായി പോയിട്ട് കൂടുതലത് ഒരു മോശം അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുള്ളൂ. സോ ബെറ്റർ നിങ്ങളെ തന്നെ ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, എല്ലാം കാര്യങ്ങളൊക്കെ ഹീലായിട്ട് വരും എന്നുള്ളൊരു മെസ്സേജാണ്. ഓക്കെ, സോ പൈൽ 1 അതാണ് അത് നിങ്ങൾ കേൾക്കേണ്ട ഒരു സത്യം, കേൾക്കേണ്ട ഒരു മെസ്സേജ് എന്നെടുക്കാം. ഓക്കെ, ആൻഡ് പൈൽ 2 പോകാം നമുക്ക്. പൈൽ 2 ഗോൾഡൻ ബുദ്ധ ചൂസ് ചെയ്ത ആൾക്കാർക്ക്. ഓക്കെ, പൈൽ 2 ഗോൾഡൻ ബുദ്ധ ചൂസ് ചെയ്തവർക്ക് ഇങ്ങനെ വയ്ക്കുമ്പോൾ അത് കാണുന്നില്ല. പൈൽ 2 നിങ്ങൾ കേൾക്കേണ്ട ഒരു മെസ്സേജ്, ഒരു സത്യം, ഒരു ട്രൂത്ത് എന്താണ്? നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു ട്രൂത്ത്. വീൽ ഓഫ് ഫോർച്യൂൺ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് വിക്ടറി. നൈസ് 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 നൈസ്. ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ ആദ്യ കാർഡ് തന്നെ ലക്ക് ഫെയ്റ്റ് എന്ന രീതിക്കാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരികയാണ്. ഓക്കെ, നിങ്ങളുടെ ഭാഗത്തേക്ക് ഒരു ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറാൻ പോവുകയാണ്. ഓക്കെ, എന്ത് സാഹചര്യം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, അതിലൊരു മാറ്റം വരാൻ പോവുകയാണ്. ഭാഗ്യം ഇനി നിങ്ങളുടെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഒരു സമയം നിങ്ങളുടെ കൂടെ നിൽക്കാൻ തുടങ്ങുകയാണ് എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ ഒരു ഓഫർ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് ആ ഓഫർ നിങ്ങൾക്കൊരു സക്സസ് കൊണ്ടുവരുന്ന രീതിക്കുമാണ് കാണുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇതിവിടെ ജോലിയുടെ ഓഫർ ആയിരിക്കാം. ഓക്കെ, ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയുടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു കുറച്ചുകൂടി സക്സസ് അല്ലെങ്കിൽ കുറച്ചുകൂടി റെക്കഗ്നീഷൻ, നിങ്ങളെ പ്രൊമോഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്ന പോലെയാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ജയിക്കുന്ന പോലെയാണ്, നമ്മളൊരു വിക്ടറി എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഇവിടെ അഗെയിൻ ഇവിടെ ഒരു ഓഫർ ഓഫ് ജോബ് തന്നെയാണ് കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പെൻറ്റക്കിൾസ് ആണ് അതിൻ്റെ ഒപ്പം. പക്ഷെ ഇവിടെ ക്വീൻ ഓഫ് കപ്സും ഇതുണ്ട്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. ജോലി ആവാം, ഇമോഷണൽ കാര്യങ്ങളും ആവാം, രണ്ടും ആവാം. ഓക്കെ, സോ ഇവിടെ മേ ബി നിങ്ങൾ ഇതൊരു ആരെങ്കിലും മാപ്പ് പറഞ്ഞ് വരുന്ന രീതിക്ക് എടുക്കാം, നമുക്ക് ആരെങ്കിലും ഒരു ഓഫറുമായിട്ട് വരുന്ന രീതിക്ക് എടുക്കാം, ഒരു മെസ്സേജ് വരുന്ന രീതിക്ക് എടുക്കാം. ഓക്കെ, മേ ബി ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ന്യൂസ് നിങ്ങൾക്ക് അഗെയിൻ എന്തോ ഒരു കാര്യം നിങ്ങൾ തുടങ്ങാനുള്ള ഒരു മെസ്സേജ് ആയിരിക്കാം. ആ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സക്സസ് വരും എന്നും കാണുന്നുണ്ട്. ആക്ച്വലി ഇതുവരെ നിങ്ങൾക്ക് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല, സ്റ്റക്കായി ഫീൽ ചെയ്തോ എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ
കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അഗേൻസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ എന്ത് ശ്രമിക്കുമ്പോഴും നടക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു സമയങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ മാറ്റം വരുന്നു എന്നാണ് എൻ്റെ ഇവിടെ വിക്ടറിയാണ് കാണുന്നത്. ഓക്കെ, എൻ്റെ ഇവിടെ അഗെയിൻ ഇമോഷണൽ ഒരു സന്തോഷം എന്ന രീതിക്ക് കൂടി എനിക്ക് കാണുന്നുണ്ട്. സോ മേ ബി റിലേഷൻഷിപ്പും ആവാം, ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യവുമായിരിക്കാം ഇത്. മേ ബി നിങ്ങൾ ആരെങ്കിലും, ഇതൊരു മാരേജ് കാർഡ് കൂടിയാണ് അഗെയിൻ. സോ മേ ബി കുറച്ച് പേർക്ക് ഒരു മാരേജ് അല്ലെങ്കിൽ പോട്ടെ എവിടെ സെലിബ്രേഷൻ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ജയിച്ചു വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സോ നിങ്ങൾ ഇവിടെ ഇത് കൂടുതലും ഒരു വിക്ടറി, ജോബിൻ്റെ കാര്യമാണ് എനിക്ക് കൂടുതലും തോന്നുന്നത്. ഒരു പുതിയ ജോബായിരിക്കാം. ഓക്കെ, മേ ബി ആ ജോബിന് വേണ്ടി നിങ്ങൾക്ക് ട്രാവലിംഗ് വേണ്ടി വരും എന്ന രീതിക്കായിരിക്കാം. ഓക്കെ, കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾ അബ്രോഡ് പോകാൻ എന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളായിരിക്കാം. കാരണം ഇത് നമ്മൾ യാത്രയാണ് പറയാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ സിറ്റിയിലേക്ക് മാറിപ്പോണ്ടി വരും എന്ന് കാണുന്നുണ്ട്. പക്ഷെ അത് നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കത് വളരെ ബ്ലെസ്സിങ്ങും സന്തോഷങ്ങളും കൊണ്ടുവരുന്ന കാർഡ്സാണ് കാണിക്കുന്നത്. ആൻഡ് ഇമോഷണലി, ആക്ച്വലി ഫൈനാൻഷ്യലി എല്ലാം നിങ്ങൾ വളരെ സന്തോഷമായിട്ടിരിക്കുന്ന കാണുന്നുണ്ട്. ഈവൻ ഫൈനാൻഷ്യലി ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കാണും. മേ ബി ഒരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. ഓക്കെ, അത് നടക്കാൻ പോകുന്നു എന്ന് ഐ തിങ്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത് ട്രൂത്തായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ദാറ്റ് എനിക്ക് എന്ത് ചെയ്തിട്ടും ശരിയാവുന്നില്ല, ഇതുവരെ സ്റ്റക്കായി നിന്നു എന്ന് തോന്നുന്നുണ്ടാവും. ബട്ട് അത് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സിറ്റുവേഷൻ ഏത് കാര്യത്തിലായാലും ഇവിടെ നിങ്ങൾക്കൊരു സക്സസ് ആണ് കാണുന്നത്. മേ ബി കുറച്ച് പേർക്ക് ഫൈനാൻഷ്യലി കാണുന്നുണ്ട്. ഓക്കെ, കർമ്മ, വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ മേലെ കർമ്മ വരിക എന്ന് പറഞ്ഞാൽ ലൈക്ക് ഡബിൾ കൺഫർമേഷനാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് തന്നെ നമ്മൾ കർമ്മ കാർഡ് എന്നാണ് വിളിക്കുക അതിനെ. ഓക്കെ, അതായത് ഞാൻ പറയാം. ഓക്കെ, പ്രഗ്നൻസി, കുറച്ച് പേർക്ക് അതും. ഓക്കെ, വാവ്, ക്ലാരിറ്റി, ഫെദർ. ഓക്കെ, ഒന്ന് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരികയാണ്, കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത വരികയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതായിരിക്കാം ഈ ന്യൂസ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് അത് നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യം ഇതായിരിക്കാം. ഓക്കെ, അതിനിവിടെ കർമ്മ, ഇതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പാസ്റ്റ് ലൈഫിലായിരിക്കാം. ഓക്കെ, നമ്മൾ പൂർവ്വജന്മങ്ങളിൽ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു ഫലം അനുഭവിക്കേണ്ട സമയം എന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ. കർമ്മ എന്ന് പറയുമ്പോൾ നമ്മൾ അതാ ഉദ്ദേശിക്കുന്നത്. സോ ഇനി കർമ്മ, അതായത് നിങ്ങളുടെ കുറേ കർമ്മകൾ ക്ലിയർ ആയിട്ട് വരികയാണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച വിഷമങ്ങൾ, സ്ട്രെസ്സൊക്കെ നിങ്ങളുടെ കർമ്മ ആക്ച്വലി കളയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരിക്കലും അതിനെ മോശം പീരീഡായിട്ട് ഒരിക്കലും എടുക്കാൻ പാടില്ല. നിങ്ങളുടെ കർമ്മയൊക്കെ തീർന്നു വരുന്ന ഒരു സമയമാണ്. അതാണ് വീൽ ഓഫ് ഫോർച്യൂണും പറയുന്നത്. ഓക്കെ, സോ കർമ്മ ഇനി നിങ്ങളുടെ കൂടെ, അതായത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരാൻ തുടങ്ങും. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇനി റിസൾട്ട് കാണാൻ തുടങ്ങും എന്നാണ്. ആക്ച്വലി കുറച്ച് പേർക്ക് ഇവിടെ പ്രഗ്നൻസി കാണുന്നുണ്ട്. സോ അഗെയിൻ പ്രഗ്നൻസിയുടെ ന്യൂസ് ആയിരിക്കാം വരുന്നത്. ഓക്കെ, സോ പ്രഗ്നൻസി, മാരേജ്, പ്രഗ്നൻസി അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് പേർക്ക് ന്യൂസ് വരുന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കത് മേ ബി കുറച്ചായിട്ട് നിങ്ങൾ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ നടക്കുന്നില്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡോണ്ട് വറി. ഓക്കെ, എല്ലാം യൂണിവേഴ്സ് കൂടെ ഉണ്ട് എന്നാണ്. ആൻഡ് ഇവിടെ ക്ലാരിറ്റി, നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവാൻ തുടങ്ങും എന്നും പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് കാര്യം സിറ്റുവേഷൻ ആണെങ്കിലും അതിൽ നിങ്ങൾക്കൊരു വ്യക്തത വരാൻ തുടങ്ങും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യേണ്ടത്, ഓക്കെ, അത് അറിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ആക്ഷൻ എടുക്കാൻ പറ്റും അല്ലേ. സോ മേ ബി അതായിരിക്കാം. എന്തായാലും നിങ്ങൾക്കും എന്തോ ഒരു ബ്ലെസ്സിങ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, പലതരത്തിലുള്ള ബ്ലെസ്സിങ് ആയിരിക്കാം ഇവിടെ. സോ മെയിൻ ന്യൂസ് ഐ തിങ്ക് നിങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ ഒരു ഇത്രയും കാലം കാർമികമായിട്ട് നിങ്ങൾ അനുഭവിച്ച ചില കാര്യങ്ങൾ അവസാനിക്കുന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ആ ഒരു കർമ്മയുടെ ടൈം തീർന്നു വരുന്ന രീതിക്കായിരിക്കും. ഒന്ന് എന്താ പറയുക, ജാതകമൊക്കെ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശനിദശ മാറുന്ന സമയമൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ അതും ആവാം. ഓക്കെ, അതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് സയൻസ് ഒക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് സയൻസ് കാണിച്ചു തരും എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.